ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ അലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജലാലി സൂറത്തു അലം നശ്റഹ് മക്കിയ്യത്തുൻ സമാനു ആയാത്തിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സുദ്റക. നബിയെ, നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലയോ എന്ന് തന്നിട്ടുണ്ട്. ഐസവ് തഖ്രീറിൻ്റെ ഇസ്തിഫാമാണ്. ഐ ഷറഹിനാന്നർത്ഥം. നമ്മൾ വിശാലമാക്കി തന്നിട്ടില്ലയോ തന്നിട്ടുണ്ട് അർത്ഥം എന്നുള്ള ആനാക്കാം. ലക്കയാ മുഹമ്മദ് സുദ്റക്ക് എങ്ങനെ നുബൂവത്തുകൊണ്ട് പോയതുകൊണ്ടൊക്കെ നുബൂവത്തുകൊണ്ട് മറ്റൊക്കെ നിങ്ങളെ കൽബ് വിശാലമാക്കി തന്നില്ലയോ. റാഹത്താ അല്ലെങ്കിൽ കൽബിലേക്ക് നുബൂവത്തിൻ്റെ ഇതാക്കുന്നുണ്ട്, വഹിയൊക്കെ നൽകാണ്ട് കൽബ് വിശാലമാക്കി തന്നില്ലയോ. അപ്പോൾ അതായനെ നമ്മൾ താഴ്ത്തിയില്ലയോ, ഹത്തത്ത് നമ്മൾ താഴ്ത്തിയില്ല. അങ്ങനെ നിങ്ങൾ തൊട്ട് വിസരങ്ങളെ കുറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ കുറ്റം അങ്കൾ ലഹ്റക്കാൻ നിങ്ങളെ മുതുവിനെ ഭാരമാക്കുന്നതായിരിക്കുന്ന അസ്കല ആങ്കളാച്ചാൽ അങ്ങനതായിരിക്കുന്ന കുറ്റം നിങ്ങൾ തൊട്ട് ഒഴിവാക്കിയില്ലയോ, താഴ്ത്തിയില്ലയോ വെച്ചാൽ അഥവാ ഹാദാ ഇത് കൗലിഹി തലലി അഫിറക്കല്ലോ മാത്തക്ക് നമ്പിക്ക എന്നുള്ള ആയത്ത് പോലെ കിട്ടോ. നിങ്ങളെ കഴിഞ്ഞു പോയ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ മാതിരി അവിടെ വ്യാഖ്യാനിക്കണ്ടേ എന്ന മാതിരി ഇവിടെ വ്യാഖ്യാനിക്കണം എന്നർത്ഥം. ഈ ആയത്തിൻ്റെ മാതിരിയാണ്. നബിക്ക് ദോഷമില്ലല്ലോ. അഫിറക്കല്ലോ നമ്പിക്ക, നിങ്ങൾ കഴിഞ്ഞു പോയ ദോഷം ഉണ്ടാക്കുന്നത് പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞെന്തല്ലാതെ ദോഷം ഉണ്ടായിട്ടല്ല. അവിടെ ദേവിയിൽ ചെയ്യണം. എന്നാൽ ഇവിടെയും ദേവിയിൽ ചെയ്യണം എന്നർത്ഥം. ആ ആയത്തിൻ്റെ മാതിരി ഈ ആയത്തും നടത്തും. അവിടെ വ്യാഖ്യാനിക്കണം, അവിടെ ദേവിയിൽ ചെയ്യണം. അതിൻ്റെ ലാഹിർ മുറാദില്ല. നമുക്ക് എന്നാൽ കഴിഞ്ഞ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എന്തില്ല, അമ്പിക്ക് ദോഷമുണ്ട് എന്ന് വരുമല്ലോ ലാഹിർ അനുസരിച്ച്. അപ്പോൾ അതെന്താക്കുക, നബി ശുദ്ധനാണല്ലോ എല്ലാ തെറ്റും തൊട്ടും. അപ്പം എന്താക്കുന്നുണ്ട് അവിടെ ദേവിയിൽ ആവശ്യമാണ്. ആ ആയത്തിന് ലാഹിർ മുറാദില്ല. എന്ന മാതിരി ഈ ആയത്ത് ലാഹിർ മുറാദില്ല. നിങ്ങളെ എന്താക്കും ലഹീറിനെ ഭാരമാക്കുന്ന കുറ്റം നിങ്ങൾ തൊട്ട് താഴ്ത്തിയില്ലയോ എന്ന് ചോദിച്ചാൽ അവിടെ എന്താ, നബിക്ക് കുറ്റമുണ്ട് എന്നിട്ട് അള്ളാഹ് ഒഴിവാക്കി കൊടുത്തു എന്നല്ലേ എന്നെ താത്തി അറിയുമ്പം. അപ്പോൾ അവിടെ എന്താണ് തെവിൽ അത്യാവശ്യമാണ്. ആ ലാഹിർ മുറാദില്ല. എന്നാൽ ഈ ആയത്തിൻ്റെ മാതിരി ഇവിടെയും തെവിൽ ചെയ്യപ്പെടണം എന്നർത്ഥം. അപ്പോൾ എന്താക്കുന്നത്, അള്ളാഹിനെ വെച്ചാൽ അള്ള താത്തിച്ചാൽ അത് കാത്തു അർത്ഥം, ഹിസ്മത്താക്കി അർത്ഥം, മയസൂമാക്കി എന്നർത്ഥം വെക്കാം ഒരു നിലക്ക്. നിങ്ങളെ ഭാരമാകുന്ന ദോഷത്തെ നിങ്ങളത്തോട് താഴ്ത്തിയിലെച്ചാൽ നിങ്ങളത്തോട് അല്ല ഹെഫലാക്കിയില്ല, നിങ്ങളെ കാത്തിയില്ലെന്നർത്ഥം. ഹസംനാക്കാർത്ഥം, മയസൂമാക്കിയില്ലേ. അമ്പിയാക്കളെ മയസൂമാക്കി എന്നർത്ഥം. അമ്പിയാക്കളെ അല്ല മയസൂമാക്കി എന്നർത്ഥം. അതാ അള്ളാഹിനാലക്കാന്ന ഒരു വീല് അങ്ങനെന്താക്ക് നബിൻ്റെ ഉമ്മത്തിനെ പറ്റി പറഞ്ഞാണ്. നിങ്ങൾക്ക് നിങ്ങളെ ദോഷം പൊറുക്കാൻ ഉമ്മത്തിൻ്റെ ദോഷം പൊറുക്കാൻ ഉള്ളതായിരിക്കുന്ന മാനെ അവിടെ നബീണ് പറഞ്ഞൊക്കെ എന്താ, നബീൻ്റെ ഉമ്മത്തിനല്ല ബാധകം. നബീൻ്റെ ഉമ്മത്തിന് എന്താക്കുന്നുണ്ട്, പിന്നെ ദോഷം എന്താക്കുന്നത് താത്തിനെ പറ്റി പറഞ്ഞാണിത്. അല്ലെങ്കിൽ എന്താക്കുന്നുണ്ട് അവിടെ അങ്ങനെ എന്താ ഉമ്മത്തിന് പിന്നെ അല്ലെങ്കിൽ എന്താക്കുന്നത് ദോഷമായിട്ട് പറഞ്ഞതല്ല, തെറ്റ് എന്താക്കുന്നുണ്ട് അവിടെ നബിൻ്റെ തെറ്റല്ല. ആ തെറ്റായിട്ട് ചിലപ്പം എന്താ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു. ചില പോരായ്മകളൊക്കെ തെറ്റല്ലാത്ത കാരണം തെറ്റായിട്ട് കൂട്ടുമല്ലോ ചിലത്. സ്വാലിഹീങ്ങളെന്ന നല്ല ആൾക്കാർക്കുള്ള എന്താക്കുന്നുണ്ട്, തെറ്റല്ലാത്ത കാര്യം ഇതാക്കുന്ന അമ്പിയാക്കളെ പോലത്തെ ആൾക്കാർ ചെയ്താൽ അത് തെറ്റായിട്ട് ഗണിക്കും. തെറ്റായിട്ടല്ല. അവർക്കുള്ളതായിരിക്കുന്ന ചില പാളിച്ചകൾ, ചില എന്താകുന്ന വീഴ്ചകൾ, ചില കുറവുകൾ, ചില ന്യൂനതകളൊക്കെ എന്താണ് തെറ്റായിട്ട് എന്താകുന്നത് കൂട്ടും. അത് തെറ്റായിട്ടല്ല, തെറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എന്താക്കണം, വ്യാഖ്യാനിക്കണേനേർ ആയത്തിനേർ. അള്ളാഹുവിൻ്റെ എന്താക്കുന്നുണ്ട്, ഏറ്റവും പ്രിയങ്കരന്മാരായിരിക്കുന്ന മെഹബൂബിങ്ങളാവുന്ന മുഖറബാവുന്ന ആൾക്കാരല്ലേ. അവരെന്താ ചെറിയ ന്യൂനത വന്നാൽ എന്താക്കുന്ന അവരത് വലിയ തെറ്റായിട്ട് കൂട്ടും. തെറ്റായിട്ടല്ല. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു മുമ്പ് ഞങ്ങൾ പറഞ്ഞതിനെ പറ്റിയൊക്കെ കൊമ്പ് പറഞ്ഞതിനെ പറ്റി. അഭിജയ് ചെയ്യേണ്ടതെല്ലാം അറിഞ്ഞാൽ തെറ്റല്ലല്ലോ. അങ്ങനെ പേശ് തെറ്റായി. അന്നെപ്പോലത്തെ ആൾക്കാർ അങ്ങനെ പറയേണ്ടി ചെയ്യുന്ന അന്നെപ്പോലത്തെ ആൾക്കാർ ചെയ്യേണ്ടി ചെയ്യുന്ന അറിഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷേ എന്താക്കുന്ന ഇവൻ്റെ ബന്ധം കൊണ്ട് തെറ്റുപോലെ തെറ്റിൻ്റെ സ്ഥാനത്താക്കി. തെറ്റായിട്ടല്ല. എന്ന മാതിരി
നബിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചില വീഴ്ചകൾ, ചില എന്താക്കുന്ന ചില ന്യൂനതകൾ, ചില കുറവുകൾ എന്താക്കുന്നത് തെറ്റായിട്ട് ഗണിക്കും. തെറ്റല്ലെങ്കിലും തെറ്റെന്ന് പറയും. റസൂലിന് പൊറുക്കലിനെ തേടുന്നില്ലേ? ഞാൻ 100 വട്ടം പൊറുക്കലിനെ തേടുന്ന റസൂൽ പറഞ്ഞില്ലേ നിത്യം? എന്താ? നബി ഏറ്റവും മഹാനായിരിക്കുന്ന അള്ളാഹിൻ്റെ മുഖറബായിരിക്കുന്ന ആളാണ്. അപ്പം സദാസമയം എന്താക്കുക നബി അള്ളാഹുവിൻ്റെ ചിന്തയിൽ മാത്രം മുഴുകേണ്ട ആളാണ്. അപ്പം അതൊന്നും ചിലപ്പോൾ നബിക്ക് നടക്കുകയാണ്. നബി ശരീഅത്ത് പഠിപ്പിച്ചാൽ നബിയല്ലേ. അപ്പം നബിൻ്റെ പവർ അനുസരിച്ച്, നബിൻ്റെ കുറുബനുസരിച്ച് എന്താക്കും സദാസമയം അള്ളാഹ് എന്നുള്ള വിചാരത്തിൽ മുഴുകേണ്ട ആളാണ്. പക്ഷെ റസൂലിന് ചിലപ്പോൾ അത് സാധിക്കൂല, അത് നിരന്തരമായിട്ട് നിൽക്കാൻ. അപ്പം അതെന്താകണതൊരു തെറ്റായിട്ട് ഗണിച്ചു. അത് തെറ്റല്ല വാസ്തവത്തിൽ. പക്ഷേ തെറ്റുപോലെ എന്നാൽ അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുപോലെ കണക്കൂട്ടിയിട്ട് പൊറുക്കലിനെ തേടുക. എന്നമാതിരി എന്താക്കും തെറ്റല്ലെങ്കിലും തെറ്റെന്ന് പറയും. താന്നുകൊണ്ട് താഴ്ചയായിട്ട്. ഞാൻ പറയലില്ലേ, ഞാൻ തെറ്റുകാരനെ മോശക്കാരനാറില്ലേ? ഞാൻ മോശക്കാരനാണ്, എന്താ മോശമായിട്ടല്ലല്ലോ, മോശക്കാരൻ താഴ്മയായിട്ട് പറയാം, മോശക്കാരനായിട്ടല്ല, തെറ്റുകാരനായിട്ടല്ല. അങ്ങനെയൊക്കെ പറയലുണ്ടല്ലോ. എന്നമാതിരിയുള്ളതായിരിക്കുന്ന തെറ്റല്ലാത്ത കാര്യത്തെ തെറ്റായിട്ട് ഗണിച്ചുകാണ്ട് സങ്കല്പിച്ചുകാണ്ട് എന്താക്കുന്നത് ഗണിച്ചുകാണ്ട് പറയും. ആ നിലക്കാണ് എന്താക്കുന്നത് ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞു. ദോഷമായിട്ടല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കണം. ഇത് നല്ല അങ്ങനെ വെച്ചാൽ മതി. നിങ്ങൾ ദോഷം എന്താക്കിയാലും ഞാൻ എന്താക്കുക, ഞാൻ കുറ്റം എന്താക്കുക, ഞാൻ താഴ്ത്തിലെച്ചാൽ നിങ്ങൾക്ക് ഇസ്മത്താക്കിയാലും ശരിക്കും അത് നല്ല വ്യാഖ്യാനം. ഇസ്മത്താക്കിയിലേർ, അസുമാക്കിയിലേർ എന്താ വേന ഉറഫാനാലൊക്കെ നിങ്ങളെ ഉയർത്തിയില്ലേ, ദിക്കറൊക്കെ നിങ്ങളെ പറയലിനെ ഉയർത്തിയില്ലേ. എങ്ങനെ നിങ്ങളെ പറയലിനെ ഉയർത്തിയത്? ഞാൻ ദുഃഖരമായ എന്നെ പറയൽ കൊണ്ട് അള്ളാഹനെ പറയുന്നിടത്തൊക്കെ നബിനും പറയണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞാൽ തന്നെ അതന്നെ എന്നെ പറയലിലൂടെയൊക്കെ നിങ്ങളെയും പറയപ്പെടൽ കൊണ്ട് എങ്ങനെ ഫിൽ അതാനി ബാങ്കുലും ഇഖാമത്തും തശഹൂദിലും ഹുതുബയിലും വൈലും മറ്റെല്ലാ കാര്യത്തിലും അള്ളാഹനെ പറയുന്നിടത്തൊക്കെ എന്താണ് ഹംദുള്ളടത്തൊക്കെ സ്വലാത്തും വേണമല്ലോ. അപ്പം അങ്ങനത്തെ ആക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഉയർത്തിയിലേർ. ഇന്നമാൽ യുസ്രി യുസ്രാ, വിഷമത്തോടു കൂടെയാണ് എളുപ്പം. ഇന്നമാൽ യുസ്രി യുസ്രാ, തീർച്ചയായിട്ടും വിഷമത്തോട് എളുപ്പട്ടോ തീർക്കിയതാ. വീണ്ടും പറഞ്ഞ ഇന്നമാൽ യുസ്രി ഷിദ്ദത്തി യുസ്രൻ സുഹൂലത്തെന്നർ. ഇന്നമാൽ യുസ്രി യുസ്രാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാസാദ സഹിച്ചിട്ടുണ്ടെങ്കിൽ കുഫാരി കാഫിരിങ്ങളിൽ നിന്ന് ഷിദ്ദത്ത് ഒരുപാട് വിഷമങ്ങൾ റസൂലിന് യുസ്റിട്ടിട്ടുണ്ടല്ലോ. പ്രയാസത്തിൻ്റെ കൂടെ യുസ്ർ എന്ന് പറഞ്ഞ് ആ നബി ഒരുപാട് വിഷമങ്ങളൊക്കെ കാഫിരിങ്ങളിൽ നിന്ന് സഹിച്ചില്ല, ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് നബി. അതിനൊക്കെ റസൂലിന് അവസാനം എന്താക്കുന്നുണ്ട്, സുഖം കിട്ടിയില്ലേ. മക്കം ഫത്ഹായി. അങ്ങനെ ഇസ്ലാം എന്താക്കുന്നത് വ്യാപിച്ചു. എല്ലാവരും നബിൻ്റെ നാടൊക്കെ മുസ്ലിങ്ങളായി, ഒക്കെ റാഹത്തായി, സന്തോഷമായില്ലേ. ഇഷ്ടം പോലെ വനീമത്ത് കവ് കിട്ടി. റസൂൽ ഒരുപാട് വിഷമം സഹിച്ചിട്ടുണ്ട്. അങ്ങനെ സുമ്മാസ റസൂലിന് ഹസലായിട്ടുണ്ട്. അൽ യുസ്ര, യുസ്ർ എളുപ്പം. ബിനസി അള്ളാഹ് സഹായിക്കൽ കൊണ്ട് അലഹിമാഷത്ത് കാഫിങ്ങളുടെ മേലിലൊക്കെ. അതാണ് ഇന്നമാൽ യുസ്രി യുസ്ര എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഫിദാ ഫറഗത മിന സലാത്തി, നിങ്ങൾ നിസ്കാരത്തിന് വിരമിച്ചാൽ ഫൺസിബ്, നിങ്ങൾ ദ്വായിലാണ് വ്യാപൃതനായിക്കോളിയർ. അയ്യത്ത് ആബ് ദ്വായിന്ന് ഇൻസിബ് പറഞ്ഞാൽ ദ്വായിലങ്ങണ്ട ശക്തിയായിട്ട്. ഫൺസിബ് പറഞ്ഞാൽ അയ്യത്ത് ആബ് ദ്വായിലാണ്ട് എന്താക്കുന്ന താബാണ്ട് വ്യാപൃതനാകുക, അല്ലാണ്ട് ശക്തിയാകുക. നല്ലോണ്ട് കഴിഞ്ഞാൽ എന്താകുന്ന ശക്തിയായിട്ട് ദ്വാരക്കാർ താബ് പറഞ്ഞാൽ പ്രയാസം ദ്വാലങ്ങട്ട് പ്രയാസമായിക്കൊള്ളിച്ചാണ്ട് ശക്തിയായിക്കൊള്ളുന്നർത്ഥം. ഇല്ല റബ്ബിനെ കൊള്ളയാണ്. അങ്ങനെ റബ്ബിനെ കൊള്ള ഫറഹബ്, നിങ്ങൾ തളറായി, നിങ്ങൾ താഴ്മ ചെയ്തോളിയർ.